എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ അറിയാം. ഇന്ന് നമുക്ക് കുക്കിംഗ് ഓയിലിനെ പറ്റി നോക്കിയാലോ? ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും കമന്റ് വരുന്നതാണ് കേട്ടോ. ഏത് എണ്ണയാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. വെളിച്ചെണ്ണയ്ക്ക് പകരം എന്ത് ഉപയോഗിക്കാൻ പറ്റും എന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും വന്ന് ചോദിക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം. എന്നാൽ വെളിച്ചെണ്ണയുടെ ഇമ്പോർട്ടൻസ് അറിയാണ്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം എന്ത് ഉപയോഗിക്കാമെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളത് ഈ ചോദിക്കുന്നവർക്ക് അറിയില്ലല്ലോ. വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓയിൽസിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഓയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ചോദിക്കുന്നത് സൺഫ്ലവർ ഓയിൽ നല്ലതാണോ? ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് അല്ലേ? എന്നാൽ എല്ലാ റിഫൈൻഡ് ഓയിലും അൺസേഫ് ആണ്. ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് ഹെൽത്തി ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്പർ 1 എന്ന് പറയുന്നത്, ഞാൻ കാറ്റഗറി അനുസരിച്ച് പറയുന്നല്ല കേട്ടോ, ഓരോ ഓയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ സ്ഥാനം എന്നല്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, സർപ്രൈസ്. അപ്പോൾ മസ്റ്റാർഡ് ഓയിൽ, ഓക്കെ. കടുകെണ്ണ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലാണ്. റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി തരും. ഓക്കെ, അപ്പോൾ നമുക്കത് ചൂടാക്കാതെ ആണെങ്കിൽ മിനിമൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സിസമിൻ സീഡ് ഓയിലാണ്, നല്ലെണ്ണ. ഓക്കെ, നല്ലെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. നല്ലതാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്കും എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതും ഞാൻ പറഞ്ഞതുപോലെ ചൂടാക്കി ഹൈ ഫ്ലെയിമിലോട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ടാവും. പക്ഷെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വരെ നല്ലെണ്ണ നമുക്ക് സേഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അവക്കാഡോ ഓയിൽ. അവക്കാഡോ ഓയിൽ പെർഫെക്റ്റ് ആണ്, പക്ഷെ നല്ല ഹൈ കോസ്റ്റ് ആണ്. അത് നമുക്ക് കോസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ എടുക്കാം. നമ്മുടെ സാധാരണക്കാർക്ക് അവക്കാഡോ ഓയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ഓയിലാണ് കേട്ടോ. ഫ്ലാക്സീഡ് ഓയിൽ സ്മോക്ക് പോയിന്റ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഫ്ലാക്സീഡ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യുന്നത് നല്ലൊരു ഫാറ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് ഗ്രൗണ്ട്നട്ട് ഓയിലാണ്. ഓക്കെ, നമ്മൾ കടല എണ്ണ എന്ന് പറയും ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇത് നല്ലൊരു ആന്റി ഓക്സിഡൻസ് ആണ്, നമ്മുടെ സ്കിന്നിനും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, ഹെയറിനും ഒക്കെ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹൈ ഫ്ലെയിം, രണ്ടാമത്തത് അലർജിക്ക് ഉള്ളവരാണെങ്കിൽ ഇത് ചെറിയൊരു പണി കിട്ടും കേട്ടോ. ഇതൊരു അലർജിക് ടെൻഡൻസിയും കൂടെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ഓയിലാണ്. അതുകൊണ്ട് എന്താ നമുക്ക് ഈ കടലെണ്ണ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പൊ നമുക്ക് വേറെ അലർജി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർജിൻ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ നല്ലൊരു സ്പേസിൽ നിന്ന് നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാവേ. പക്ഷേ ഒലിവ് ഓയിൽ ഒരിക്കലും നമ്മൾ ചൂടാക്കി ഉപയോഗിക്കരുത്. പലരും ഈ എഗ് ഓംലേറ്റ് ചെയ്യുന്നത്, ഫിഷ് ഫ്രൈ ചെയ്യുന്നത്, എസ്പെഷ്യലി ഔട്ട് സൈഡ് ഇന്ത്യ കേട്ടോ, ഇപ്പോൾ UAE UK ഇങ്ങനത്തെ കൺട്രീസിനൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഒരു ഒലിവ് ഓയിലാണ് കൂടുതലും ഈ ഹീറ്റ് ചെയ്ത് ഫ്രൈ ഐറ്റംസ് ഫ്രൈക്കായിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യരുത്. ഒലിവ് ഓയിൽ എപ്പോഴും നമുക്ക് സാലഡിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ എല്ലാം ഇപ്പോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എല്ലാം നമുക്ക് അങ്ങനെ തന്നെ കിട്ടാനായിട്ട് ഒലിവ് ഓയിൽ ഹീറ്റ് ചെയ്യാതെ സാലഡ്സിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സിംഗ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് മിനിമൽ ക്വാണ്ടിറ്റി ആണ്, നിങ്ങളുടെ പെർ ഡേ നീഡ് അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിങ് ഓഫ് നമ്മുടെ കേരളയുടെ കിങ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. കോക്കനട്ട് ഓയിലിനെ നമുക്കിപ്പോൾ കടത്തി വെട്ടിയിട്ട് നമുക്കൊരാളില്ല, നമുക്കതിൽ അഭിമാനിക്കാം. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ഓയിൽ നമുക്ക് ലോ ടു ഹൈ ഫ്ലെയിമിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓയിലാണ്. 10 out of 10. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞ ഓയിൽ 10 out of 10 ഞാൻ ഇതിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, കോക്കനട്ട് ഓയിലിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സിസമൻ സീഡും മസ്റ്റാർഡ് ഓയിലും എല്ലാം 10 out of 9 നമുക്ക് കൊടുക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹൈ ഫ്ലെയിമിൽ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതും നല്ലതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പരിഗണിക്കാത്ത ലാസ്റ്റ് ആളെന്ന് പറയുന്നത് ഓഫ്കോഴ്സ് പാം ഓയിൽ. ഓക്കെ, അപ്പോൾ പാം ഓയിലിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു യൂസും ഇല്ലാണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാത്രം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. സോ പാം ഓയിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പാം ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ കോസ്റ്റ് നോക്കിയിട്ട് പാം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് കോക്കനട്ട് ഓയിലൊന്നും മേടിച്ച് യൂസ് ചെയ്യാൻ അത്രയും കോസ്റ്റ് ഒന്നുമില്ല, പാം ഓയിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും നല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഓയിൽ ഇല്ലാണ്ട് കുക്ക് ചെയ്തോളൂ, നിങ്ങൾ പാചകത്തിന് ഓയിൽ ഉപയോഗിക്കേണ്ട, അതാണ് അതിനേക്കാളും നല്ലതെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പാം ഓയിൽ സേവ് ചെയ്യുന്ന മണി നിങ്ങൾ ഒരു വിത്തിൻ ഫ്യൂ മന്ത്സോ അല്ലെങ്കിൽ കുറച്ച് ഇയേഴ്സോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ചിലപ്പോൾ ഒരു വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും, അത് നിങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു
ഒരു പേയ്മെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് പിശുക്ക് കാണിക്കാതെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം കുക്കിങ്ങിൽ ഓയിൽ ഇല്ലാണ്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓയിൽസിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്, അതിൽ വേറെ ഡൗട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇനി നിങ്ങളിതിൽ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത്, ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.